പുറത്തിറങ്ങിയ കരിഞ്ഞു പോകുന്ന നല്ല തീപ്രാന്തം വെയിലത്ത് പോയി സാധനങ്ങൾ വാങ്ങി തിരിച്ച് വീട്ടിൽ വന്ന് വെപ്രാളം പിടിച്ച് വെള്ളം കുടിക്കുന്ന സീനാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. കുറച്ച് വെയിലുണ്ടെങ്കിൽ എന്താ, ഇന്ന് എന്റെ ലൈഫിലെ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. അതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റും എനിക്കുണ്ട്. എന്റെ കാറ്ററിംഗ് എന്നൊരു കുഞ്ഞു സംരംഭത്തിന്റെ ഫസ്റ്റ് ഫുഡ് ഡെലിവറി ഡേ ആണ് ഇന്ന്. അതും വെളുപ്പിന് 4 മണിക്കാണ് നമുക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കേണ്ടത്. എന്റെയും കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന അപ്പന്റെയും അമ്മയുടെയും ഉറക്കമില്ലാത്ത രാത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ പീസുകളെല്ലാം നമ്മുടെ സ്പെഷ്യൽ മസാല പുരട്ടി ഫ്രിഡ്ജിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അച്ചാറിന് വേവിച്ച് വെച്ചിരുന്ന നാരങ്ങ മരിഞ്ഞ് ഈന്തപ്പഴത്തിന്റെ കുരുവ് മാറ്റുന്ന സമയത്ത് അമ്മതേ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ പീസുകളെല്ലാം വറുത്ത് കോരി എടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള സവോളയെല്ലാം പൊളിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി വാഷ് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മൾ ബിരിയാണിക്കകത്ത് ഡാൽഡ ഒന്നും ആഡ് ചെയ്യില്ല, നെയ്യ് മാത്രമേ യൂസ് ചെയ്യൂ. ഒരു സൈഡിൽ ഇവിടെ അച്ചാർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പ ഇവിടെ സവാള ഗിരിഗിരി വെക്കുന്നു. ഇടവേളകൾ ആനന്ദകരമാക്കാൻ ഞാൻ ഒരു ഏത്തപ്പഴവും കഴിക്കുന്നു. അച്ചാറും രാവിലെ ഇഡലിയുടെ കൂടെ കഴിക്കാനുള്ള മുളക് ചമ്മന്തി മാറാനായിട്ട് ഫാനിന്റെ താഴെ വെച്ചിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഡാഡി കൂൾ ഇവിടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സവോളയെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇഡലി ഓരോന്നും സെറ്റാകുന്നതനുസരിച്ച് അമ്മ എനിക്ക് പാസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം അടർത്തിതേ ഞാൻ പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട്. മസാല പിടിക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിരുന്ന ചിക്കനെ പുറത്തെടുത്ത് വെച്ച് ആറിയ അച്ചാറും മുളക് ചമ്മന്തിയിലും ടിന്നിനകത്താക്കി അടച്ച് സെറ്റാക്കി വെക്കാം. ഓരോ പണികളും തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. സമയം രാവിലെ 1:05. ഇഡലികളെല്ലാം റെഡിയായി ഇത് ബോക്സിനകത്തേക്ക് ഇതേ പാക്ക് ചെയ്ത് സെറ്റാക്കി വെക്കുന്നുണ്ട്. ബിരിയാണിയുടെ കാര്യപരിപാടികളെല്ലാം അച്ചാച്ചി ഏറ്റെടുത്ത സ്ഥിതിക്ക് നമുക്ക് ചിക്കൻ പോയി ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസോട് ആഡ് ചെയ്തിട്ട് നല്ല ചൂട് വെളിച്ചെണ്ണയിൽ ഓരോന്ന് 1 by 1 ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കോരാം. ഇപ്പം സമയം 2 മണി. ഇനിയും നമുക്ക് ടൈം ഉണ്ട്. 3:45 അല്ലെങ്കിൽ 4 മണി ആയിക്കുമ്പോൾ വീട്ടിൽ നമ്മൾ ഇറങ്ങിയാൽ മതി. ഫ്രൈ ചെയ്ത ചിക്കൻ പീസുകളെല്ലാം കൊണ്ടുപോകാൻ പാകത്തിന് പാത്രത്തിലേക്കാക്കി ഇഡലിക്ക് കഴിക്കാനുള്ള ചമ്മന്തി റെഡിയാക്കി അമ്മ ഇപ്പൊ ചായ ഇട്ടുകൊണ്ടിരിക്കുവാണ്. ബിരിയാണിയുടെ കൂടെ കഴിക്കാനുള്ള സാലഡും 2 ടിന്നിനകത്താക്കി എടുത്തു വെച്ചിട്ടുണ്ട്. 3:45 നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞു. ഇനി ഓട്ടോയിൽ കയറ്റി സാധനങ്ങളെല്ലാം എത്തിച്ചു കൊടുത്താൽ മാത്രം മതി.